പറയാറുള്ള പോലെ തന്നെ പട്ടിണി കിടക്കാൻ തന്നെ 50,000 രൂപയുണ്ട്. അതിന് ബാംഗ്ലൂർ മാത്രം ഏതാണ്ട് 35,000 രൂപയുണ്ട്. ക്രൈസിസ് ആണ്. നാളെ നേരം എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ രാത്രിയും കിടന്ന് ഉറങ്ങുന്ന ഒരു സമയം സത്യത്തിൽ ഇന്ന് ഈ ഹോളിലിരിക്കുന്ന മഹാഭൂരിപക്ഷം ആൾക്കാർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് 2014 ഞാൻ കടന്നുപോകുന്നത്. അങ്ങനെ ഒരു വർഷം അടുത്തിട്ടും ഈ ബിസിനസ്സിലൂടെ കാര്യമായ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ എന്തെങ്കിലും കൂടെ സൈഡ് ബിസിനസ് ആയിട്ട് നടത്തിക്കോളാം അല്ലെ നടത്തിയേ പറ്റൂ എന്ന് വരെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനിൽ 2014 ഡിസംബർ മാസം 4-ാം തീയതി ഹിന്ദു പത്രത്തിൽ ഒരു വാർത്ത വരികയാണ്. ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: 2025 ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിൽ കരിയർ അയച്ചിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം 1,80,00,000 ഉണ്ടാകുമെന്നാണ് പറയുന്നത്. 1,80,00,000 എന്ന് പറഞ്ഞാൽ കേരള ജനസംഖ്യയുടെ പകുതിക്കോളം വരും, അല്ലെങ്കിൽ പകുതിയോളം വരും. സത്യത്തിൽ ആ ഒരു വാർത്തയാണ് ഈ ബിസിനസ് പിടിച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ 2025 ഇന്ന് സമാഗതമായിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടം ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ഇന്ന് കഴിഞ്ഞ 10 വർഷം കൊണ്ട് വയർലെസ് സെൽ കമ്പനി കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ഒരിക്കൽ മുമ്പ് സംസാരിച്ച പോലീസ് സാർ വ്യക്തമാക്കിയിരുന്നു. ഒരു വലിയ ജനവിഭാഗം താമസിക്കുന്ന സ്റ്റേറ്റാണ് നമ്മൾ. ഈ 10 കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം 100 കോടീശ്വരന്മാരെ ഈ കമ്പനി കൊച്ചു കേരളത്തിൽ സൃഷ്ടിച്ചു കഴിഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് എത്ര വലിയ മാറ്റമായിരിക്കും നമ്മളുടെ സാമ്പത്തിക രംഗത്ത്, അല്ലെങ്കിൽ ഇന്ത്യൻ എന്താ പറയണ്ടേ ജനസംഖ്യയുടെ ചെറിയൊരു വലിച്ചയല്ല, ചെറിയൊരു വിഭാഗം മാത്രമായിട്ടുള്ള ഈ ഒരു കേരള മണ്ണിൽ തന്നെ മൈലേജ് എത്രത്തോളം വളർന്നു എന്നുള്ളതെന്ന് ആലോചിച്ചിരിക്കും. കഴിഞ്ഞ വർഷം മെഴ്സിഡീസ് കമ്പനിയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം ഞാൻ എന്റെ വണ്ടി ഇറങ്ങി കഴിഞ്ഞ എന്റെ സർവീസ് പ്രവേശിച്ച സമയത്ത് കൊച്ചിയിലെ അദ്ദേഹത്തെ കാണാനിടയായി. അദ്ദേഹത്തെ കണ്ട സമയത്ത് അദ്ദേഹം എന്നോട് വളരെ പേഴ്സണലായിട്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അനീഷെ, നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങളുടെ ഷോറൂമിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ വളരെ പുച്ഛത്തോടാണ് അവരെ കണ്ടിരുന്നത്. കാര്യം അവരിങ്ങനെ വണ്ടി ഒന്ന് തൊട്ട് നോക്കും, അതിന്റെ പുറകെ ഒന്ന് നോക്കും, ഒരിക്കലും ഇത് വാങ്ങിക്കാൻ പോകുന്നില്ല. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്ത ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള വാഹനങ്ങൾ വാങ്ങാൻ പറ്റുന്ന സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ഒറ്റ ഫിനാൻഷ്യൽ മാത്രം ഈ ഷോറൂമിൽ നിന്ന് 3 മെഴ്സിഡീസിന്റെ GLS എന്ന വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. 3 മെഴ്സിഡീസിന്റെ GLS മൊത്തം എന്താ പറയുക, പിന്നെ വർഷം ഇറങ്ങിയത് 8-10 വണ്ടിയാണ്. അതിൽ 3 എണ്ണം എടുത്തത് ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് മാത്രമല്ല, ആ 3 പേരും മൈ ലൈഫ്സ്റ്റൈൽ എന്ന കമ്പനിയുടെ ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയുടെ പുറത്ത് നിൽക്കുന്ന ഒരാളെന്നോട് പറഞ്ഞത്. ഈ ഡയറക്ട് സെല്ലിംഗിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മീറ്റ് ഹോൾഡേഴ്സൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ആൾക്കാരായിരിക്കും. ഇത് പുറത്തോടങ്ങിയാൽ നമ്മൾ പൊതുസമൂഹത്തിന്റെ ഭാഗം. അങ്ങനെയുള്ള ആളുകളും നമ്മുടെ നേട്ടങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റത്തക്ക രീതിയിലേക്ക് ഈ ഇൻഡസ്ട്രി വലുതായി കഴിയുന്നു എന്നുള്ളത് ഒരു ചെറിയ സത്യമല്ല, ഒരു വലിയ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ കോമൺ അഫിലിയേറ്റായിട്ടുള്ള സജീവ് വരക്കൽ സാറ്, ഡയമണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജയറാം സാറ്, പിന്നെ ഞാൻ, എന്നെ കൂടാതെ എന്റെ അപ്പനെ 4 വർഷം മുമ്പേ GLS വാങ്ങിയിട്ടുള്ള മൊബൈൽ സാർ. അപ്പോൾ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന ആളുകളെ പബ്ലിക് നോക്കിക്കാണുന്ന രീതി തന്നെ മാറിക്കൊണ്ടേയിരിക്കുക. അവർ ആ ഒരു വീക്ഷണത്തിൽ നിന്ന് മാറി ഇത്തരം ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ ഉച്ചത്തോടെ നടത്തുന്ന വലിയ രീതിയിലേക്ക് ഇതിനെ ആൾക്കാർ കാണാൻ കഴിയും. ഞാൻ നമ്മുടെ പോയിന്റിലേക്ക് വരാം. നെക്സസ് എന്ന വലിയ പ്രോഗ്രാം എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും എവിടെ കൊണ്ട് നിർത്തും എന്നുള്ളത് സത്യത്തിൽ ഓരോ ആളുകളും തീരുമാനിക്കുന്നത് കൊണ്ട് നിർത്തും എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം, എനിക്ക് ആഗ്രഹം. എങ്ങനെ ഇതിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാനൊക്കെ വളരെ എക്സൈറ്റ്മെന്റോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത്. കാര്യം കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു 100 വട്ടങ്ങളിൽ ഞാൻ മോദിസാറോട് പറഞ്ഞിട്ടുണ്ട്, കൽക്കട്ട എത്തുന്ന പോലെ 50,000 രൂപ പരിപാടി നമുക്ക് വെക്കണം, അല്ലെങ്കിൽ പിന്നെ ബൊംബെ നടക്കുന്ന 1,00,000 രൂപ പരിപാടി നമുക്ക് വെക്കണം. എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞു വിട്ടിരുന്നുവെങ്കിൽ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 500 പേരെ ഡയറക്റ്റ് പങ്കെടുപ്പിച്ചുകൊണ്ട് വയർലെസ് സെൽ കമ്പനി ഒറ്റ മീറ്റിംഗ് കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടില്ല. ആ അത്ര പോലും ചെയ്യാത്ത സമയത്താണ് 100 കോടീശ്വരന്മാരെങ്കിൽ 10,000-ലേറെ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നെക്സസ് പ്രോഗ്രാം കഴിയുമ്പോഴേക്കും കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഈ ഇൻഡസ്ട്രിയിൽ ഈ കമ്പനിയുടെ വയർലെസ് സൃഷ്ടിച്ച അച്ചീവേഴ്സിനെ അടുത്ത ഒറ്റ വർഷം കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ആ നിലവാരത്തിലേക്ക് നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കും. ന്യൂക്ലിയസ് നിങ്ങൾ ഓരോ ആൾക്കാരുമാണ് ആര് ന്യൂക്ലിയസ്. ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് തുടങ്ങുന്നതേ ഓടി ഇതിന്റെ ബാലാൻസുകളും കട്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അനുഭവിച്ചു വന്ന ആൾക്കാരാണ്. എന്നെ കാണിച്ചു
ആൾക്കാരുടെ കഥ പറയാനില്ല, അവരുടെ PPT കാണിച്ചു കൊടുക്കാനില്ല, അവരുടെ ഫോൺ മെഡിസിൻസ് കാണിക്കാൻ പറ്റില്ല, അവർക്ക് ഇങ്ങനെ GST സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പകരം ഉള്ളിലെ തീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഇറങ്ങിയാൽ ഏത് ജില്ലയിൽ നിന്നാലും മൈനസിന്റെ CBSE-കളും മൈനസിന്റെ ITC-യും ഉള്ള രീതിയിലേക്ക് കൊച്ചു കേരളം വരെ വളർന്നു കഴിഞ്ഞു. നമ്മുടെ ചുറ്റും വളർന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ അത്രയും വലിയ മാർക്കറ്റിലായി തോന്നിക്കുന്നത്, ചെറിയ മാർക്കറ്റൊന്നുമല്ല. പിന്നെ അവിടെ പ്രധാനപ്പെട്ട പ്രശ്നം ലീഡേഴ്സിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ച് പോലും ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് മനസ്സിലാകുന്ന പ്രശ്നം, എന്റെ പ്രശ്നമായിട്ട് നടക്കുന്നില്ല. എനിക്ക് പൊക്കമില്ല, വണ്ണമില്ല, ഗ്ലാമറില്ല, സംസാരിക്കാനുള്ള കഴിവില്ല, ഞാൻ പറഞ്ഞ ആൾക്കാരെ കേൾക്കുമോ, എന്റെ ജാതി, മതം, കുലം, വിദ്യാഭ്യാസം, ഭൗതിക സാഹചര്യം, ജീവിത സാഹചര്യം, എനിക്കിതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഇങ്ങനെയുള്ള കുറെ ചിന്തകളാണ് നമ്മളെ ഭരിക്കുന്നത്. ബോധം പറഞ്ഞാൽ കുറെ അപകർഷതാബോധത്തിന്റെ വിത്ത് എന്താ പറയണ്ടേ, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ കിടന്ന് പടുവൃക്ഷങ്ങളായി വളർന്നു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് നമുക്കൊരു കരിയറുണ്ട്, ഒരു ലൈഫ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. പലപ്പോഴും ജീവിതത്തിൽ ഒഴിവാക്കപ്പെടുമ്പോഴാണ് നമുക്കൊരു ഒരു പവർ കിട്ടുക. എന്റെ ജീവിതത്തിൽ ഉണ്ടായ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഡയറക്ടറിൽ വന്ന ആദ്യ സമയത്ത് ബാംഗ്ലൂരിൽ വെച്ച് വലിയൊരു പ്രോഗ്രാം കമ്പനി അനൗൺസ് ചെയ്തു. ഞാൻ ഈ കഥ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വലിയൊരു പ്രോഗ്രാം കമ്പനി അനൗൺസ് ചെയ്തു. അപ്പൊ ആ പ്രോഗ്രാമിൽ വെച്ചിട്ട് ഡയറി ലോഞ്ച് ചെയ്തു. ആ ഡയറിയിൽ ലീഡേഴ്സിന്റെ ഫോട്ടോ ഉണ്ടാവും, ഈ പറഞ്ഞ ഡയമണ്ട്സിന്റെ ഫോട്ടോ ഒരു പേജ് വരണം, അടുത്ത റാങ്കിലുള്ള ഒരു പേജ് രണ്ടെണ്ണം, പിന്നെ റാങ്ക് ആരെങ്കിലും പോകും. അപ്പൊ ഞാൻ അതിനകത്ത് ചെറിയ റാങ്ക് എത്തി. അതായത് ഒരു പേജിൽ 64 ഫോട്ടോ വരുന്നത് റാങ്ക് ഞാൻ എത്തി. ഈ ഒരു പേജ് 64 ഫോട്ടോ ആണ്, അത് എന്റെ ഫോട്ടോ ആയിരിക്കും. അപ്പൊ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് 3 ബസ് ആൾക്കാരെ ബാംഗ്ലൂരിൽ നിന്ന് എന്റെ അമ്മയുടെ വള, ഭാര്യയുടെ വള പണയം വെച്ചിട്ട് 3 ബസ് ആൾക്കാരെ ബാംഗ്ലൂർ മെഗാ പ്രോഗ്രാമിൽ കൊണ്ടുപോവാ. എന്തിനാ? എന്റെ വിചാരം അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഡയറി ഇറങ്ങുമല്ലോ, ഈ ഡയറിക്കാൻ എന്റെ ഫോട്ടോ കാണിക്കാമല്ലോ, ഈ ഫോട്ടോ കാണിച്ച് ഡിസ്കസ് ചെയ്യാമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അവിടെ ചെന്നു. എന്റെ ഉദ്ദേശം പോലെ തന്നെ ഡയറി അവിടെ ഇറങ്ങി. വലിയ പ്രോഗ്രാമായിരുന്നു, 1,000 ആൾക്കാരുടെ പ്രോഗ്രാമിൽ ഡയറി ലോഞ്ച് ചെയ്തു. ഞാൻ ഏറ്റവും പുറകിൽ പോയി. ഞാൻ ഏറ്റവും ബാക്കിലിരിക്കുകയാണ്, വലിയ അസുഖമൊന്നുമല്ല. ആകെ എനിക്ക് തോന്നുന്നു ഒരു 1-2 ലക്ഷം അല്ല 2-3 ലക്ഷം എനിക്ക് കണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ സ്റ്റേജിന്റെ പുറകിൽ ചെന്ന് ഒരു ഡയറി ഒപ്പിച്ചു. കടമായി ആകെ 10 ഡയറി അവിടെ ലോഞ്ച് ചെയ്തത്, ബാക്കി അവരുടെ ഒഴിയിരിക്കുന്നവർ. ആ ഒരു ഡയറി ഞാൻ എടുത്തു. ഞാൻ ഈ കഥ പറയുന്നത് ഈ ബോർഡ് ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർക്കൂടെ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവനോളം ഈ കഥയ്ക്ക് വിലയുണ്ടാകുമെന്ന് നിങ്ങളുടെ അധ്വാനം തെളിയിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹലോ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഡയറി ഞാൻ എടുത്തു. ഈ ഡയറി എടുത്തിട്ട് ഞാൻ ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ താഴെ പോയിട്ട് ഡയറി ഇങ്ങനെ മറക്കി എന്റെ ഫോട്ടോ കാണാം. ആദ്യം ഒരു റൗണ്ട് ഫുള്ള് മറിച്ച് ഈ 64 പേജിനകത്തിന്റെ 64 ഫോട്ടോയ്ക്കകത്ത് എന്റെ ഇല്ല. അടുത്ത അതിന്റെ സ്ഥലത്ത് അതിനകത്ത് ഇല്ല. രണ്ടാമത്തെ റൗണ്ട് മറിച്ചു, മൂന്നാമത്തെ റൗണ്ട് മറിച്ചു, 4ാമത്തെ റൗണ്ട് മറിച്ചപ്പോഴേക്കും എനിക്ക് ഏകദേശം ഉറപ്പിച്ചു എന്റെ പടമില്ല. ഞാൻ അയച്ചു കൊടുത്തതാണ്, ഞാൻ ക്വാളിഫൈഡ് ആകാത്ത ഫോട്ടോ ഇല്ല. എന്തോ ചെറിയ ക്ലറിക്കൽ മിസ്റ്റേക്ക് ചെന്നൈ സംഭവിച്ചതായിരിക്കും ഫോട്ടോ. 4ാമത്തെ വട്ടം മറിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ മറിക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് വെള്ളം ഈ ഡയറിയുടെ ഓരോ പേജിലേക്ക് വീണോണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ ഈ ഡയറി അതിന്റെ കുതിർന്നു തുടങ്ങി, എന്റെ കണ്ണിൽ വീണു. ഞാനിങ്ങനെ തകർന്നിരിക്കുക. സ്വാഭാവികമായിട്ടും ഞാനും അങ്ങനെയായിരുന്നു, നിങ്ങൾ പലരും അങ്ങനെ. നമുക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ആദ്യം 10 പേര് ചേർന്നേ. ഹലോ, അപ്ലൈ, അതിനാണല്ലോ ഈ ആപ്ലൈ എന്ന് പറഞ്ഞത് സംഭവമുള്ളത്. നമുക്ക് എന്ത് ദുഃഖം വന്നാലും ഈ ദുഃഖം തീരുന്നത് തീർക്കുന്നതാണ് നമ്മൾ അപ്ലൈ ചെയ്യണം. ഞാൻ അങ്ങനെ നോക്കിയിരിക്കണം, എന്റെ അപ്ലൈ മൊബൈൽസാറുണ്ട്, ഇതിനെ ഇങ്ങനെ തക്കുന്നുള്ളൂ, ഇതിനെ കാണുന്നില്ല. അത് ഞാൻ ഫുള്ള് സ്റ്റേജിൽ ഞാൻ ഈ ദേഷ്യം തീർക്കാൻ ഏതെങ്കിലും ഒരു അപ്ലൈ തപ്പിയിരിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ മൊബൈൽ സാറിന്റെ സഹോദരൻ എന്റെ അടുത്ത് വന്നു, നബിയിൽ നിന്ന് എന്റെ തോളത്ത് ജനിഷ് എന്താ ഞാൻ ഇങ്ങനെ ഒന്നും മിണ്ടുന്നില്ല. മനസ്സിലായതൊക്കെ പറയുന്നു. അല്ല കാര്യം പറഞ്ഞിരിക്കുന്നു, കണ്ടൊക്കെ ചോദിക്കുന്നില്ല. എന്ത് ഞാൻ മുട്ടില്ല, എന്റെ കണ്ടോളൂ പോയി. ഞാൻ അല്ലെങ്കിൽ പറഞ്ഞിട്ട് എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കിയാൽ പോലെ ഞാൻ മരുന്ന് പണിയെടുത്തിട്ട് എന്റെ ഫോട്ടോ വെച്ചിട്ട് ഡയറിയിൽ ഫോട്ടോ ഇല്ല. 3 ദിവസം ആൾക്കാരെ കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് കാശ് നോക്കാൻ സാർ കൊടുത്തു. കുറെ കൂട്ടത്തിലെല്ലാം കഴിയുമ്പോഴത്തേക്ക് പുള്ളി എന്റെ മുഖത്ത് കുറെ നോക്കി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞു ശാന്തമായ ശാന്തം എന്നെ സംബന്ധിച്ചു. ഈ തിരിച്ചു വരുന്ന കാര്യത്തിൽ ഈ പണി നിർത്താൻ തീരുമാനിച്ചിരിക്കുക. കാരണം ഈ ഡയറി എന്റെ ടീമിൽ ആൾക്കാരൊക്കെ ചോദിക്കും, സാർ ഡയറി ഡയറി സാറിന്റെ ഫോട്ടോ ഇല്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെ തകർന്ന മനസ്സുമായി അവിടെ ഇരിക്കുന്ന എന്റെ തോളത്ത് വിളിച്ചിട്ട് പുള്ളി പറഞ്ഞാൽ ഇന്ന് തന്നെ ശരിയുണ്ട്. പുള്ളി പറഞ്ഞു, അനീഷ് ഇപ്പൊ ഇത് ഞാൻ പറയുമ്പോൾ അനീഷിന് ഫീലിങ്സ് ആയിരിക്കും എനിക്ക് മനസ്സിലായി. ഞാനിത് പറഞ്ഞ അനീഷ് തലയിൽ കയറത്തില്ല, എങ്കിലും ഞാൻ പറയാം. അനീഷ് കമ്പനിയുടെ ഒരു ചെറിയ റാങ്ക് ആയതുകൊണ്ടാണ് അനീഷിനെ അവർ വിട്ടുപോയത്. ഞാൻ പറഞ്ഞ മനസ്സിലായി. മറിച്ച് അനീഷിനോട് വലിയ റാങ്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ അവർ ഒരിക്കലും ഒഴിവാക്കുന്നില്ല. അതായത് ഈ ബിസിനസ്സിലാണെങ്കിലും ജീവിതത്തിൽ എവിടെയാണെങ്കിലും വിജയിക്കും
വിജയിക്കാൻ ഒറ്റ മാർഗമുള്ള പരീക്ഷ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ വലുതാവുക എന്നാണ്. ആ വാക്കൊക്കെ മനസ്സിലുണ്ട്. പക്ഷെ ആ പുള്ളി പറഞ്ഞ ഫലത്തില് ഞാനത് ഉൾക്കൊണ്ടില്ല. ഞാൻ മൈൻഡില്ല. ഞാൻ വേദാന്തം പറയാനുള്ള സാറേ വിഷമത്തിന്റെ വേദന അമ്മ എനിക്ക് കൊടുക്കാൻ പറഞ്ഞു. തിരിച്ച് അന്ന് രാത്രി തന്നെ 60 ബസ്സിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ബസ്സിൽ ഞാൻ തിരിച്ചു പോകുമ്പോൾ എന്നോട് ഒരാൾ പോലും ചോദിക്കുന്നില്ല ഡയറി കഴിഞ്ഞില്ലേ സാറിന്റെ ഹോട്ടലിലേക്ക്. ടീം ഫുൾ ആക്റ്റീവാണ്. പണി നിർത്താൻ അങ്ങോട്ട് പോയാൽ ഞാൻ തിരിച്ചു വന്ന ഞാൻ വീട്ടിൽ എത്തിയപ്പോഴും വീണ്ടും ആവശ്യം. ഇന്ന് കമ്പനിയുടെ ഒരു ഡയറി ഇറങ്ങിയാൽ 64 പേരുടെ കൂട്ടത്തിലല്ല ഒരൊറ്റ പേജിൽ ഒരു ഫോട്ടോയുടെ രൂപത്തിൽ എന്റെ ഫോട്ടോ വരാൻ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ വലുതാക്കാൻ ഒരു തീരുമാനം എനിക്കുണ്ടായി. അപകർഷതാബോധത്തിന്റെ ആൾരൂപത്തിൽ നിന്ന് ഈ ബിസിനസ് വിജയിക്കണമെന്ന് തീരുമാനം എടുത്തുകൊണ്ട് ഞാൻ അറിഞ്ഞു. എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ ബിസിനസ് ഒരു ടീം ബിസിനസ് ആണ്. ആ ടീം നമുക്ക് ശേഷമാണെന്ന് മാത്രം വിശ്വസിക്കുക. നമുക്ക് ശേഷം വരുന്നതാണ് നമ്മുടെ ടീം. ആ ടീമിന്റെ കൂട്ടത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ എന്തും നമുക്ക് നേടാൻ പറ്റും. അതിന് യാതൊരു പരിമിതിയില്ല. ഞങ്ങളുടെ ചെറുപ്പകാലം പറഞ്ഞാൽ ഈ കൊണ്ടിരിക്കുന്ന എല്ലാവരും കാര്യവും അത്ര കണ്ട് ലൈഫിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്, വാടക വീട്ടിൽ 3-4 വർഷം താമസിച്ചിട്ടുണ്ട്. വാടക വീട്ടിലൊക്കെ സ്വന്തം വീട്ടിലില്ലാതെ താമസിച്ചിട്ടുള്ള ആൾക്കാർ ജോലി സംബന്ധമായിട്ടല്ലാതെ താമസിച്ചുള്ളവർ കൈവിട്ടാവും. വാടക വീട്ടിൽ താമസിച്ചിട്ടുള്ളവർ നോക്കട്ടെ. ഹലോ, കുറെ ആൾക്കാർ താമസിക്കും. ഈ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ നമുക്ക് ചില തിരിച്ചറിവുണ്ടാവും. അപ്പോൾ സ്വന്തം വീടൊക്കെ വീട്ടിൽ കുന്തോളം എടുത്ത് പോകണം. അപ്പോഴേ ചെയ്യാൻ എങ്കിലും അത് കണ്ടുവരും. അങ്ങനെയൊക്കെ താമസിച്ച് കഴിഞ്ഞുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനം കല്യാണം കഴിക്കുന്ന വീട് നിങ്ങളുടേത്, ഏറ്റവും അവസാനം മരണം അറിയിക്കുന്ന വീട് നിങ്ങളുടേത്. വർഷത്തിൽ ആഴ്ചയിൽ വന്നുകൊണ്ടിരുന്ന പല ബന്ധുക്കളും മാസത്തിലല്ല വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന വീട് നിങ്ങളുടേത്. ഉത്സവ പറമ്പിലും കല്യാണങ്ങൾക്കൊക്കെ പോയാൽ നമ്മുടെ കുഞ്ഞിനോട് ഇരുന്നാൽ ആരും തിരിഞ്ഞു നോക്കാനുണ്ടാകുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് കളിക്കുന്നത്. ഇപ്പോഴൊക്കെ ഞാൻ വൈകിട്ട് ഡയമണ്ടായതിനു ശേഷം ഏതെങ്കിലും കല്യാണത്തിനൊക്കെ പോയി എന്റെ കുഞ്ഞൊന്നും തറയിരിക്കാൻ നേരില്ല. എല്ലാവരും എടുത്തോളാണ്. ഭയങ്കര സ്നേഹം. ബന്ധുക്കളെ പറയും നിറയെ സ്നേഹം. പിള്ളേരെ എത്ര ക്യൂട്ട് കുഞ്ഞുങ്ങളാണ്. നമ്മുടെ ദേശത്തിലുണ്ടായ പിള്ളേർക്ക് നമുക്ക് പോലും ഇല്ലാത്ത ക്യൂട്ട്നെസ്സാണ് നാട്ടുകാരെ അവകാശപ്പെടുന്നത്. ഹലോ, ഞാൻ പറയുന്നത് മനസ്സിലായി കണ്ടുകൊണ്ടില്ല. ഭൗതിക ജീവിതത്തിൽ സാർ പണമില്ലെങ്കിൽ ഒരു പരിപാടിയാണ്. ഡയലോഗ് വളരെ നല്ലതാണ്. ഏതാ പണമെല്ലാം നല്ലതാ മനസ്സിലാക്കണം. പണം ഉണ്ടാക്കുക എന്നുള്ളത് ഭക്ഷണം കഴിക്കുന്ന പോലെ, വസ്ത്രം മാറുന്ന പോലെ, പ്രത്യുൽപാദനം നടക്കുന്ന പോലെ ഭൗതിക ജീവിതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നായി വളർന്നു കഴിഞ്ഞു എന്നുള്ള സത്യം ഞാൻ നിങ്ങൾ ഈ ബിസിനസിന്റെ കാര്യത്തിൽ നിന്ന് ഉൾക്കൊള്ളും. ആ രീതിയിലേക്ക് ഈ ബിസിനസ് വളർന്നു കഴിഞ്ഞു. നിങ്ങളാണ് ഇതിന്റെ അടുത്ത ജനറേഷൻ. നിങ്ങളുടെ സാധ്യത അനന്തമാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാതെയായിരുന്നു ഞങ്ങളുടെ പുറകെ ഏറ്റവും വലിയ വെല്ലുവിളി. എനിക്ക് തൊട്ടുകൊണ്ടുകൂടെ എന്നെ ഇവിടെ ഗവൺമെന്റ് വന്ന മോദി സാറിന്റെ 2000 രൂപ കടം വാങ്ങിച്ച് അദ്ദേഹത്തിന് ആദ്യം കിട്ടുന്ന ശമ്പളത്തിനകത്തുനിന്ന് 2000 രൂപ കടം വാങ്ങിച്ച് ഞാൻ കൊച്ചിയിൽ മീറ്റിംഗ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ കടം തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കുന്നില്ല. അത് ഓർക്കാൻ നമ്മളില് എന്താ പറയണ്ടേ, കണക്കാരനെ എപ്പോഴും ബോധ്യപ്പെടുത്താൻ കിടക്കുന്ന കടമാണ്. അങ്ങനെ തന്നെ ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഈ ബിസിനസിന്റെ തുടക്കത്തിൽ. കുഞ്ഞുനാളൊക്കെ ആണെങ്കിൽ ചെറിയ പ്രായത്തിൽ എന്ന് പറഞ്ഞാല് എന്താ പറയുക, ഒത്തിരി എന്താ പറയുക സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ ഇന്നത്തെ തലമുറയിൽ ചിന്തിക്കാൻ കഴിയാത്ത ദാരിദ്ര്യം ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ന്യൂസിലറായിട്ട് തൊട്ടാണ് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ വലിയ സ്ട്രഗിളിൽ ജീവിച്ച ആൾക്കാരുണ്ടെങ്കിൽ ഈ സ്ട്രഗിളിൽ ശീലമായി കഴിയുമ്പോഴത്തേക്കും നല്ല സ്ട്രഗിളിൽ ശീലമായി കഴിയുമ്പോഴത്തേക്കും ഇവരുടെ വിചാരം എന്റെ ജീവിതത്തിൽ ഒരിക്കലും നല്ലത് വരുത്തില്ല. 5 കൊല്ലം 10 കൊല്ലം 20 കൊല്ലം ദുരിതത്തിൽ ജീവിച്ച ഒരാൾക്ക് എനിക്കൊരു സമ്പന്നത ഉണ്ടാവുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പറയുവാതെ തന്നെ അവർക്ക് സംശയം കൃഷിക്ക് വരാൻ പറ്റും. അപ്പൊ ഈ ഒരു സംശയം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ക്രീം വെച്ച ബിസ്ക്കറ്റ് നിങ്ങൾ കഴിച്ചിട്ടില്ല. ഇത് കഴിക്കുന്നത് സാർ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 8ൽ ഈ ക്രീം വെച്ച ബിസ്ക്കറ്റ് അതിനെ കഴിക്കാനിടയിൽ അപ്പൊ ഒത്തിരി പിള്ളേർ കഴിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലപ്പുഴയിൽ എനിക്ക് അപ്പൂപ്പൻ അപ്പൂപ്പൻ ബ്രിട്ടീഷുകാർക്ക് പട്ടാളക്കാരായിരുന്നു. അങ്ങനെ അപ്പൂപ്പൻ പട്ടാളക്കാരായി സ്വന്തം പെൻഷൻ പോലെ എനിക്ക് വാങ്ങിക്കാൻ കഴിയില്ലാത്തൊരു പാവം സാധു മനുഷ്യരായിരുന്നു. അപ്പൂപ്പന്റെ വീടുകാരെ പെൻഷനായിട്ടിരിക്കുന്നുണ്ട്. ഈ അപ്പൂപ്പനോട് ഒരു ദിവസം ഞാൻ ബോട്ടിൽ ഒരു കല്യാണത്തിന് പോവുക, ചമ്പക്കുളം എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഞാനിങ്ങനെ ചമ്പക്കുളം ബോട്ടിൽ കയറി ഇരിക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു കൊച്ചു പയ്യൻ ഒരു ക്രീം ബിസ്ക്കറ്റ് തിന്നു. ഇത് കണ്ടെന്റെ വായിക്കൂടെ കപ്പൽ പോയി. ഇന്നത്തെ ടൈം ഉണ്ടാകുന്ന സംഭവം ഫീലിംഗൊക്കെയാണ് എനിക്ക് വല്ലവരെ. പക്ഷെ അന്നത്തെ എന്നെ സംബന്ധിച്ച് ഇത് വലിയ സ്വപ്നമാണ്. അപ്പൊ ഞാൻ ബിസ്ക്കറ്റ് ഇങ്ങനെ കഴിക്കുമോ,
ഞാനിപ്പോ ഇരിക്കുന്നത് എന്റെ അപ്പൂപ്പൻ ആ ബോട്ടിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നില്ല, 11:30 വാങ്ങിച്ച ബിസ്ക്കറ്റ് ഞാൻ നിന്ന് നിൽക്കുന്ന രാത്രി 10 മണി ഒന്ന് പൊട്ടിക്ക് നക്കും പോകേണ്ടി. പിന്നെ ഇപ്പം തീരെ കാര്യം 8 കൊല്ലം സ്വപ്നം. 8 കൊല്ലം സ്വപ്നം. ഞാനത് ആർക്ക് വേണ്ടി പറയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ നല്ല കഥ ഒത്തിരി ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലുണ്ട്. താമസിക്കുന്ന വീട് 6000 സ്ക്വയർ ഫീറ്റ് ഉള്ളതാണ്. 10-15 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. സഞ്ചരിക്കുന്ന കാറ് ബെൻസാണ്. 70 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. എല്ലാം നല്ല കഥകളുണ്ട്. ഈ നല്ല കഥകളല്ല ഞങ്ങൾ അനുഭവിച്ച ക്രൈസിസ് അനുഭവിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യവും നിങ്ങൾക്ക് വരും. പെയിൻ എടുക്കണം സാർ. പെയിൻ എടുത്താലേ ഔട്ട്പുട്ട് വരുള്ളൂ. പെയിൻ എടുത്താൽ മാത്രമേ ഔട്ട്പുട്ട് വരുള്ളൂ. ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ച കുറ്റപരമായി മാത്രം തോന്നരുത്, അത് ക്ഷീണമാണ്. ഞങ്ങളൊക്കെ ബാങ്കിലൊക്കെ ഹെർബൽ പേസ്റ്റ് 100 രൂപയാണ് വിൽക്കുന്നത്. വൺ സൈഡ് വണ്ടി കൂടി 100 രൂപ, പേസ്റ്റ് ഇട്ടാൽ തിരിച്ച് വീട്ടിൽ വരാം. വീട്ടിലെ വഴി കറക്റ്റ്. അതുകൊണ്ട് പേസ്റ്റ് ഉറപ്പായിട്ട് കിട്ടും. ഇപ്പോഴത്തെ ആൾക്കാർ കോഴിക്കോട് വർക്ക് വരുവാണെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള വണ്ടി കൂടി പാരങ്ങളിൽ ബിരിയാണി കഴിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ കിട്ടുന്നതാണ്. ഈ ബിസിനസ് അങ്ങനെ ചെയ്യുന്നതല്ല. ഈ വാച്ച് വെറുതെ പണി കിട്ടിയിരിക്കുന്നതാണ്. ഇത് നോക്കി ഈ ബിസിനസ് ചെയ്യാൻ വിജയിക്കുന്നില്ല. ഇത് നോക്കരുത്. അമ്മ കുഞ്ഞിനെ നോക്കുന്ന ആത്മാർത്ഥതയോടെ ഈ ബിസിനസ്സിനെ ഏറ്റെടുക്കാൻ പഠിക്കണം. അമ്മ കുഞ്ഞിനെ നോക്കാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രിയോറിറ്റി അമ്മയ്ക്ക് കുഞ്ഞാണ്. ആണോ അല്ലേ? ഇതേപോലെ ഞങ്ങളുടെ മനസ്സിൽ ഫസ്റ്റ് പ്രിയോറിറ്റി ഈ ബിസിനസ്സിന് മാത്രമാണ്. ഫസ്റ്റ് പ്രിയോറിറ്റി ബിസിനസ്സിനാണ്. 2014, 15, 16 ആദ്യത്തെ 3 വർഷം എന്റെ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞാൻ ഈ ബിസിനസിന്റെ പുറകിലായിരുന്നു. എന്റെ ഉറക്കം ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലുമായിരുന്നു. ആ കാലത്ത് സ്ട്രഗിൾ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ ആ 3 വർഷങ്ങളുണ്ടായ ടീമാണ് പിന്നീട് കഴിഞ്ഞ 8 വർഷത്തോളമായി എല്ലാ ബുധനാഴ്ചയും 2-10 അക്കൗണ്ടിൽ ഇൻകം തന്നുകൊണ്ടിരിക്കുന്നത്. ആ 3 വർഷം എടുത്ത എഫേർട്ട് കൊണ്ടുള്ള ടീമാണ്. അങ്ങനെ ഒരു 3 വർഷം തീർത്ത് എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. താഴെയൊക്കെ കമ്പനി എന്താ പറയുന്നത്, 4 ലക്ഷം ബില്ലാണ്. ഞാൻ 2016 ആദ്യത്തെ തൊട്ടിന് പോകാൻ 4 ലക്ഷം ബില്ലാണ് ഡിസ്ട്രിബ്യൂട്ടർക്ക്. ഇപ്പൊ സാർ 3.5 ലക്ഷം പോരെ, ആണെങ്കിൽ 3.25 ലക്ഷം പോരെ. എസ്വാണ്. ആ 4 ലക്ഷം ഓടിപ്പാക്കാനായിട്ട് ഞങ്ങൾ മരിച്ചു കിടന്ന് ഓടിയിട്ടുണ്ട്. മരിച്ചു ഓടി അടിച്ചിട്ടുണ്ട്, അച്ചീവായിട്ടുണ്ട്. ഇപ്പൊ 4 കോടിയാണ് ടാർഗറ്റ്. 5 ആഴ്ച കൊണ്ട് 4 കോടി കംപ്ലീറ്റ്. വെള്ളം 4 ലക്ഷം ഉണ്ടാക്കാൻ ഏതാണ്ട് 3 മാസം മരിച്ചു ഓടി അവർക്ക് തന്നെ വെറും 5 ആഴ്ച കൊണ്ട് 4 കോടി, അതിന് 100 ഇരട്ടി ഉണ്ടായതിന്റെ കഴിവ് എന്തിനല്ല. ഈ ബിസിനസ്സിന് ഒരു പവർ ഉണ്ട്. പവർ ഓഫ് സിസ്റ്റം. ആ സിസ്റ്റം മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ. ആ തിയറി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത്രയും വലിയ ഇൻഡസ്ട്രി നിങ്ങൾ വന്നു. ഞാൻ പറയുമ്പോൾ ഈ ബിസിനസ് കൂടെ വിജയിച്ച, ഇതിലൂടെ ജീവിതം ഉണ്ടായ, അല്ല സ്വപ്നതുല്യമായ ജീവിതം ഉണ്ടായ ഒരാളുടെ ജന്മനം മാത്രമേ നിങ്ങൾ കണക്കാക്കരുത്. ഞാൻ പറയുന്ന സത്യം ഇതാണ്. ഈ ഹോളിൽ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ജീവിതം ഈ കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. ഈ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് എന്ത് വെക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. ഹലോ, നിങ്ങളുടെ പാർട്ട് അങ്ങോട്ട് വെക്കുന്നുണ്ടോ? ഒരാൾ ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്കൊരു ലോട്ടറി അടിച്ചാൽ 10 നിനക്ക് തന്നേക്കാവും. അങ്ങനെ ലോട്ടറി എടുത്തു. 1 കോടി ലോട്ടറി എടുത്തു. ഇവർ അടിച്ചത് 50 ലക്ഷം. ഉടനെ ഇവരെന്ത് ചെയ്തു? ഈ പകുതി എടുത്ത് ചെറുതായിട്ട് ആ വാക്കുകൾ മാറ്റി. എന്ത് മാറ്റി? എന്നാലും വലിയ നിലകൊള്ള എടുത്തിട്ട് ബാക്കി തന്നല്ലോ. അമ്മ അതിന് പണി മതി, പണിക്കാരൻ. ഹലോ, 100% എന്ന് പറഞ്ഞാൽ 100% മെച്ചമാണ്. വെള്ളം കലക്കാൻ പാടില്ല. 100% വെക്കുക. തമാശക്കായി നമ്മൾ പറയും, മലയാളിയും പിന്നെ തമിഴ്നാട്ടുകാരും മലയ്ക്ക് പോകാറുണ്ട്. മലയാളി ഞാൻ ശബരിമലയ്ക്ക് എല്ലാ വർഷം പോകുന്നത്. ഞാൻ 3 ആഴ്ച വെറുതെ എടുത്തിട്ടാണ് പോകുന്നത്. 3 ആഴ്ച. 1 തിങ്കളാഴ്ച, 2 ചൊവ്വാഴ്ച, 3 ബുധനാഴ്ച. ഇത്രയുള്ള ഭക്തി അല്ലെ പൊതുവെ മലയാളി. നമ്മൾ ശബരിമലയ്ക്ക് മേലോട്ട് ചെറുപ്പത്തേക്ക് ഒരു 100 വഴി അങ്ങോട്ട് കയറിയാൽ 100 മീറ്റർ അങ്ങോട്ട് കയറിയപ്പോൾ ഉടനെ ഗ്ലൂക്കോസ്. ഇതെന്ത് വേണം? കഴിക്കുന്ന വേണം, കണ്ണൂർ വേണം. തിന്നും കുടിച്ചും നമ്മള് സന്നിധാനത്ത് ചെല്ലുമ്പോൾ അയ്യപ്പൻ ഇറങ്ങി പമ്പ വന്നിരിക്കും. നീയൊക്കെ അവിടെ വരുന്നേക്കാൻ നല്ലത് ഞാൻ ഇവിടെ കിട്ടോളാം. ഇതാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ മൈലേജ് ചെയ്യുന്നു. എന്നാൽ ആന്ധ്രപ്രദേശിൽ ആൾക്കാരുടെ ഏറ്റവും ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒറ്റ വെടി പോകാൻ 40 മിനിറ്റ്
കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ അവസരത്തിൽ അവസാനിപ്പിക്കുന്നു. വിഷയമുള്ള